കാഴ്ചയെ വലുതാക്കാനുള്ള മനുഷ്യന്റെ ശ്രമങ്ങൾ പുരാതന കാലം മുതലേ തുടങ്ങിയിരുന്നു. മിനുസപ്പെടുത്തിയ സ്ഫടിക കഷ്ണങ്ങളായിരുന്നു അതിന്റെ ആദ്യ രൂപം. 1608 ഹാൻസ് ലിപ്പർഷെ ആദ്യത്തെ സ്പൈഗ്ലാസ് നിർമ്മിച്ചു. ദൂരെയുള്ള കാഴ്ചകൾ അടുത്ത് കാണാനുള്ള വഴി അതോടെ തെളിഞ്ഞു. ഗലീലിയോ ടെലിസ്കോപ്പിനെ ആകാശത്തേക്ക് തിരിച്ചു. അതോടെ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ഓരോന്നായി മനുഷ്യന് വെളിപ്പെട്ടു. ഐസക് ന്യൂട്ടൺ കണ്ണാടികൾ ഉപയോഗിച്ചുള്ള ടെലിസ്കോപ്പ് നിർമ്മിച്ചു. ഇത് കൂടുതൽ വ്യക്തമായ ചിത്രങ്ങൾ നൽകാൻ സഹായിച്ചു. 2 കണ്ണുകൾ കൊണ്ടും ഒരേ സമയം ദൂരദൃശ്യങ്ങൾ കാണാൻ 2 കുഴലുകൾ കൂട്ടിച്ചേർത്തു. അവിടെ നിന്നാണ് ബൈനോക്കുലറുകളുടെ ജനനം. 19-ാം നൂറ്റാണ്ടിൽ പ്രിസങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയതോടെ ബൈനോക്കുലറുകൾ ചെറുതും കൂടുതൽ കരുത്തുള്ളതുമായി മാറി. ഇന്നത്തെ ബൈനോക്കുലറുകൾ സ്മാർട്ടാണ്. ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യാനും രാത്രിയിൽ വ്യക്തമായി കാണാനും അവയ്ക്ക് സാധിക്കുന്നു. ഭൂമിയിൽ സ്ഥാപിച്ച കൂറ്റൻ ടെലിസ്കോപ്പുകൾ പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്ക് കണ്ണു തുറന്നു. നക്ഷത്ര സമൂഹങ്ങളെ നാം അടുത്തറിഞ്ഞു. ഇന്ന് ടെലിസ്കോപ്പുകൾ ബഹിരാകാശത്താണ്. അന്തരീക്ഷത്തിന്റെ തടസ്സങ്ങളില്ലാതെ കോടിക്കണക്കിന് പ്രകാശവർഷം അകലെയുള്ള കാഴ്ചകൾ അവ നമ്മൾക്ക് നൽകുന്നു. കാഴ്ചയുടെ പരിധികൾ ലംഘിച്ച് നാം മുന്നേറുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.